ഹലോ മക്കളെ, ഇന്ന് നിങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് മിസ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക, അതായത് എപ്പോഴാണ് ഇത് അപ്ലോഡ് ആവുക എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ആണ് ഇന്ന് രാവിലെ അപ്ലോഡ് ആയത്. നെറ്റ്വർക്കിൻ്റെ നല്ല പ്രശ്നമുണ്ട്. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഇത് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ കമൻസും മെസ്സേജസൊക്കെ വരുന്നത് ഇപ്പോൾ 2020 ശേഷം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ സാധ്യത എന്നൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാവോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തത് മോഡൽ എക്സാമിനേഷൻ, അതായത് 2024 മോഡൽ എക്സാമിനേഷൻ്റെ ആൻസർ കീ ആയിരുന്നു. 14 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ, അതായത് 2024 എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മോഡൽ എക്സാമിനേഷൻ ആൻസർ കീ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അപ്ലോഡ് ആയ വീഡിയോയിലേക്ക് പിൻ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്തും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നല്ലോണം, അതായത് കപ്പാസിറ്റൻസ് എന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണോ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാര്യം ഇങ്ങനെ വരുന്നത്, അതായത് ക്വസ്റ്റ്യൻസ് പാറ്റേൺ മാറി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ക്രിസ്മസ് എക്സാമിനേഷൻ ആണെങ്കിലും മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫായിട്ടുള്ളതുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോക്കാം. നാളത്തെ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അല്ല, ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറിയോ എന്നുള്ളത് നമുക്ക് നാളത്തോടു കൂടി ഫിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2019 മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം. പക്ഷേ അത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം 2020 ശേഷം ഒരുപാട് ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2019 ഈ ഡിലീറ്റഡ് ടോപ്പിക്സൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നലെ ഒരു മെസ്സേജ് വന്നിരുന്നു, സൗണ്ട് കുറവാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് സൗണ്ട് കുറവുള്ളതുപോലെ തോന്നിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കുക കേട്ടോ. ഞാൻ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്, ഇനി എന്താണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ടൈം കളയേണ്ട, നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഷേപ്പ് ഓഫ് ദ പോർഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് ഓഫ് ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഇന്റർസെപ്റ്റഡ് ബൈ ദ എർത്ത് ഈസ് എന്താണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് അല്ലേ. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന വേവ്സിൽ നിന്നുണ്ടാവുന്ന വേവ് ഫ്രണ്ട് എപ്പോഴും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് വരുന്നത് പോയിന്റ് സോഴ്സിൽ നിന്നാണ്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് വരുന്നത് ലീനിയർ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം ആണ്. ഗോസസ് ലോ എന്ന് കാണുമ്പോൾ തന്നെ അത് ഗോസസ് ലോ എടുത്ത് വെക്കരുത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമുക്കിപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എല്ലാം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ഇടയ്ക്ക് ഇങ്ങനെ എഴുതാനുള്ള, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അതാണ് അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴുള്ള തമ്മിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വ്യത്യാസം. അപ്പോൾ സ്റ്റേറ്റ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് B.ds വിൽ ബി ഈക്വൽ ടു 0 ആണ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. ഓക്കെ, അത് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ വരുന്നതാണ്. അടുത്തത്, ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് 2 ചാർജസ് Q1 and Q2 are shown in the figure. Referring the figure, choose the correct answer. ഇവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. Q1 Q2, Q1 പോസിറ്റീവ് ആണ്, Q2 നെഗറ്റീവ് ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. Q1 നെഗറ്റീവ് ആണ്, Q2 പോസിറ്റീവ് ആണ്, Q1 Q2 നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത് രണ്ടും സിമിലർ ചാർജസ് ആകുമ്പോഴാണ്. അപ്പം നമുക്ക് സംശയം വരാം 2ഉം 4ഉം ആൻസർ വന്നൂടെ എന്നുള്ളത്. പക്ഷേ 2 ആണ് ആൻസർ. കാരണം നിങ്ങൾ നോക്കുക, ഇതിനകത്തുള്ള ആരോ പോകുന്നത് പുറത്തേക്കാണ്. അതായത് പോസിറ്റീവിൽ നിന്നാണല്ലോ എപ്പോഴും ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്ക് പോവുക. അപ്പം ഈ രണ്ടും Q1ഉം Q2 എന്താണ്? പോസിറ്റീവാണ്. ഇനി രണ്ടും നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ആരോസ് അകത്തോട്ടായിരിക്കണം ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് Q1 and Q2 ആർ പോസിറ്റീവ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് എന്താണ് വരുന്നത്? -13.6/n² ആണ്. പക്ഷേ ജൂൾ അല്ല. എന്താണ് ആൻസർ? ഇലക്ട്രോൺ വോൾട്ട് ആണ്. -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. n എന്താണ്? n 1 2 3 4 അല്ലേ. ആ എനർജി ബാൻഡിൽ ഏറ്റവും താഴെ വരുന്ന n 1 2 3 4 എന്ന് പോയിട്ട് അവസാനം n ഇൻഫിനിറ്റി വരെ വരും. അതായത് വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എനർജി? ഇറ്റ് ഈസ് 0. കാരണം -13.6/∞ ആണ്. എനി നമ്പർ ബൈ ഇൻഫിനിറ്റി ഈസ് 0. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് എനർജി ഈസ് 0.
അടുത്ത നോക്കൂ, സെലക്ട് 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. എന്താണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് ഗ്രേഡിയൻ്റ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ, ദെൻ വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി ആർ. ഇങ്ങനെ രണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഇസ് ദ നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും തമ്മിലുള്ള റിലേഷൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കറക്റ്റ് അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണോ? അല്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, കറക്റ്റ് അല്ലേ? കാരണം പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതും കറക്റ്റ് ആണ്. നാലാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു, അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസേഴ്സ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്, 1ഉം 3ഉം കറക്റ്റ് ആണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ത്രൂ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ പോകുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റയാണ്. ഓക്കെ, ഇതിനകത്ത് ഇനി ഒരു കേസും കൂടെ, 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിള് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഫോഴ്സ് ആക്ടിംഗ് വിൽ ബി ഈക്വൽ ടു 0, കാരണം എഫ് ഈക്വൽസ് ക്യൂ വി ബി സൈൻ 0 എന്ന് വരും, ഫോഴ്സ് 0 ആണ്. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ തീറ്റ എന്താണ് വരിക? 90 ഡിഗ്രി വരും. സോ വാട്ട് ഈസ് ദ ഫോഴ്സ്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് വരും. ആൻഡ് ദ പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ എ സർക്കുലാർ പാത്ത്. ഇഫ് ദ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. അടുത്തത്, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇഫ് ദ പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു ആംഗിളിൽ എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ എ ഹെലിക്കൽ പാത്ത് കേട്ടോ. ഇതിൻ്റെ 3 കേസസ് ആണത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് ആൻസർ. ഓക്കെ, യൂസിങ് ദ എബോവ് ഇക്വേഷൻ ഡിഫൈൻ ദ എസ് ഐ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് വരുന്നത്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ് അല്ലേ. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ബൈ ക്യൂ വി സൈൻ തീറ്റ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ബൈ ചാർജ് കുളുമ്പാണ്. ഇത് വീടെ എന്താ വരുന്ന? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സൈൻ തീറ്റയ്ക്ക് നമ്മളിപ്പോൾ ആംഗിൾ കൊടുക്കുന്നില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ന്യൂട്ടൺ കുളുംബ് മീറ്റർ പെർ സെക്കൻഡ്. Meter per second, denominator and denominator can be taken to the numerator. So Newton second per Coulomb meter is the value that is the magnetic unit of magnetic field. Okay, അടുത്തത് 7ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. ഈ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനില്ല, ഹിസ്റ്ററിസിസ് കർവ് ഒന്നും പഠിക്കാനില്ല. അടുത്ത നോക്കൂ, a rectangular loop ABCD is moving into a region of magnetic field which is directed normal to the plane of the loop as shown in the figure. Determine the direction of the induced current in the loop using Lenz law. ഇതിനകത്ത് നിങ്ങൾക്കറിയാം മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മോഷണൽ ഇ എം എഫ് എന്ന് പറയും. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബി എന്ന് പറയുന്നത്, അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ ലൂപ്പേഴ്സ് എൽ എന്ന് കൊടുക്കുകയാണ്. ഇത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ബി, ആൻഡ് വി ഇസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ലൂപ്പ് ഇസ് മൂവിങ്. വി എന്ന് പറയുന്നത് ഈ ലൂപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവത്തില്ലേ? ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ എന്താ പറയുക? മോഷണൽ ഇ എം എഫ് എന്ന് പറയും. കാരണം അവിടെ നമ്മളൊരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഇ എം എഫ് ആണ്. അതിൻ്റെ ഇക്വേഷനാണ് ബി എൽ വി. ഇനി പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, ഈ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ 4 ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ഇത് പോകുന്നത്? ഈ തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന, അതായത് ഈ ലൂപ്പ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്, അതായത് ഇങ്ങോട്ടേക്കാണ്. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ സെൻട്രൽ ഫിംഗർ? ഇങ്ങനെയാണ് പോകുന്നത്, കണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ചെയ്യേണ്ടത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഈ ക്രോസ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് അല്ലേ, ഇൻ ടു ദ ബോർഡ്.
the thumb represent the direction of the the direction of the conductor. So the central finger is in the downward direction. So this is the direction of the current induced. ഇത് എന്ത് ഡയറക്ഷൻ ആണ്? ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, a copper plate is allowed to swing between the pole pieces of a strong magnet. The motion of the plate is damped due to dash induced in it. അപ്പോൾ ഇതെന്ന് പറയുന്നതും നമുക്ക് ഡിലീറ്റഡ് ആണ്. ഇത് എഡി കറണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് ഡിലീറ്റഡ്. അടുത്തത് നോക്കുക, ഡയഗ്രാം ഓഫ് ഡിഫക്റ്റീവ് ഐ. ഹ്യൂമൻ ഐയുടെ ഡിഫക്ട്സും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. ന്യൂക്ലിയർ റിയാക്ഷൻ ഇക്വേഷൻ, ഇത് ആൽഫ ഡി കെ ബീറ്റ മൈനസ് ഡി കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിക്കാനില്ല എന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ആൽഫ ഡി കെ നടക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വൺ, ഇതിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറയും ആൻഡ് ദ മാസ് നമ്പർ ഡിക്രീസസ് ബൈ 4. ആൽഫ ഡി കെ നടക്കുന്ന സമയത്ത് the atomic number of the element decreases by 2 and the mass number decreases by 4. അപ്പോൾ നമുക്കിവിടെ 86 to 22 എന്നാണ് കിട്ടുക. ആൻഡ് ഇത് റെഡോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുക. RN എന്ന് പറയുന്നത് റെഡോൺ. ഓക്കെ, അപ്പോൾ 86 to 22 ആയിട്ട് മാറും. ഇനി ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത് മാസ് നമ്പറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. അപ്പോൾ 84 to 10 ആണ് വരുന്നത്. ആൽഫ ഡി കെ ബീറ്റ ഡി കെ ഒന്നും ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. Okay, next, 2 capacitors A and B of capacitances C1 and C2 are connected with an 18 volt source as shown below. Write the equation for the effective capacitance of the combination. രണ്ടുപേരെയും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1/CS is equal to 1/C1 plus 1/C2 ആണ്. ഇക്വേഷൻ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് 1/C1 plus 1/C2 എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ നോക്കുക. Let the capacitors have identical geometry, but the space between the plates of the capacitor B is filled with a medium of dielectric constant 3. എന്ന് വെച്ചാൽ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് C എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ, അതായത് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു മീഡിയം വരികയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്തായി മാറും? K ഇൻറ്റു C അല്ലേ, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻറ്റു C. അപ്പോൾ ഇവിടെ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3C ഇസ് the capacitance of the second capacitor. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമോ? രണ്ടു പേർക്കും എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇവർ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 18 വോൾട്ടിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവരുടെ ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നോക്കാം. CS is equal to C1 C2 by C1 plus C2 അല്ലേ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ C1 എന്താണ്? C ഇൻറ്റു C2 is 3C divided by C plus 3C, that is equal to 3C square by 4C. CC കട്ടായി 3 by 4C. That is the effective capacitance when they are connected in series. Okay, ഇനി അടുത്ത നമുക്കിനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. അപ്പോൾ വി നോ Q is equal to CV ആണ് അല്ലേ. അപ്പോൾ C എന്താ? 3/4C ഇൻറ്റു അല്ലേ, 3/4C ഇൻറ്റു വാട്ട് ഈസ് V? V is 18. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 27/2C. അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് ഇതിലൂടെ രണ്ട് കപ്പാസിറ്റൻസിലൂടെയും പോകുന്ന ടോട്ടൽ ചാർജ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണ്? ഓരോ കപ്പാസിറ്ററിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ V1 is equal to Q by V ചെയ്യാം. Q equal CV ആണ്. അപ്പോൾ V is equal to Q by C. V1 is equal to Q by V. Q എത്രയാണ് കിട്ടിയത്? 27/2C ആണ്. ബൈ വാട്ട് ഈസ് V? സോറി, V1 is equal to Q by C ആണ്. Q by C ആണ്. ഫസ്റ്റ് ഇതിൻ്റെ എന്താണ്? കപ്പാസിറ്റൻസ് C ആണ്. അപ്പോൾ C ഇതും കട്ടായി 27/2 വോൾട്ട് ആണ് ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി V2 നോക്കിക്കേ. V2 is equal to Q by രണ്ടാമത്തത് എന്താണ് വരുന്നത്? 3C ആണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 3C ആണ്. അപ്പോൾ 27/2C by 3C. C കട്ടായി ഇത് 2 ഇൻറ്റു ആണ്. അപ്പോൾ 27/6. 27/6 എന്ന് പറയുമ്പോൾ നമുക്കിതിനെ 9/2 എന്ന് കൊടുക്കാം. 9/2 വോൾട്ട് ആണ് എന്ത് വരുന്നത്? നമ്മുടെ സെക്കൻഡ്
കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നോക്കിക്കേ, ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 27/2, രണ്ടാമത്തത് 29/2. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 27/2 പ്ലസ് 9/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 36/2. 36/2 എത്രയാണ്? 18 വോൾട്ട് അല്ലേ? ഉണ്ടോ? ടോട്ടൽ കിട്ടിയത് 18 വോൾട്ട്. അപ്പോൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് 27/2 വോൾട്ടും ദെൻ രണ്ടാമത്തത് കിട്ടുന്നത് 9/2 വോൾട്ടുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷവും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ വേറെ രീതിയിലായിരുന്നു, ഒരു കോമൺ കപ്പാസിറ്റർ വെച്ചിട്ടുള്ള. നിങ്ങൾ ആ ലിങ്കിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് mu and E are the permeability and permittivity of a medium, velocity of an electromagnetic wave through that medium is given by. അതായത് ഒരു velocity of electromagnetic wave in free space is 1/√of mu 0 epsilon 0 ആണ്. അതുപോലെ velocity of electromagnetic wave in a medium is 1/√of mu epsilon കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, സിയും വിയും മ്യൂവും എപ്സിലോണും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ എങ്ങനെ ചെയ്യണം? ഇവിടെ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ0 × μr ആണ്. μ0 is permeability in free space and μr is the relative permeability. And epsilon എന്ന് പറയുന്നത് ε0 εr ആണ്. ε0 is the permittivity in free space and εr is the relative permittivity. അപ്പം നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. v is equal to 1/√of മ്യൂവിന് പകരം നമുക്ക് μ0 μr എന്ന് കൊടുക്കുക, എപ്സിലോണിന് പകരം ε0 εr എന്ന് കൊടുക്കാം. പക്ഷെ നമുക്ക് ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുവാണ്, 1/√of μ0 ε0 into 1/√of μr εr എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വരിക നോക്കൂ. 1/μ0 ε0 എന്ന് പറയുന്നത് നമ്മുടെ സി ആണ്, ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ. സി ഇൻറ്റു 1/√of μr εr ആണ് വി. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ √of μr εr. ഇങ്ങനെയും ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ട്സ്, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു 1/√of mu epsilon ആണ്. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഗാമ റേസ് തന്നിട്ടുണ്ട്. ഗാമ റേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗാമ റേസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് നമുക്ക് ആദ്യം അറിയുന്നത് നോക്കാം. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് റേഞ്ച് about 700 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആണ്. എക്സ്റേസ് ഉണ്ടാവുന്നത് ബോംബാർഡിങ് മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺസ് ആണ്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് റഡാർ സിസ്റ്റംസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് നാവിഗേഷൻ ആണ്. ആൻഡ് ഗാമ റേസ് എന്ന് പറയുന്നത് എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ വൈറ്റ് ലൈറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് പ്രിസം the light splits into its components. Write the name of this process. എന്താണ്? dispersion ആണ്. Draw a ray diagram showing this process. Mark the red and violet colors in the figure. എളുപ്പമല്ലേ ഡിസ്പേർഷൻ്റെത്? ഒരു പ്രിസം വരയ്ക്കുക. പ്രിസത്തിനകത്ത് ഒരു റേ ഇങ്ങനെ പോകുന്നു. അത് ആദ്യമേ സ്പ്ലിറ്റായി പല കളേഴ്സായി 7 കളേഴ്സായിട്ട്, പിന്നെ വീണ്ടും അത് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ആവുന്നു. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന വയലറ്റ് ആണ്, ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡ് ആണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ നേരെ കൊണ്ടുപോവുക. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ ദ വയലറ്റ് കളർ ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ ദ റെഡ് കളർ. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ ദ വയലറ്റ് കളർ. എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്? ഇൻസിഡൻറ്റ് റേയും ഓരോ പ്രാവശ്യവും റിഫ്രാക്റ്റ് ചെയ്യുന്ന റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. യെസ്. അടുത്തത് the refractive index of ground glass for 3 different colors is shown below. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3 കളേഴ്സിനെയും അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വെലോസിറ്റിയിൽ അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആൾക്ക് സ്പീഡ് ഓഫ് ലൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലൂടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആർക്കാണ്? 1.533 അല്ലേ. ഇയാൾക്ക് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ വയലറ്റിലൂടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബ്ലൂ ആയിരിക്കും വരിക. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് യെല്ലോ ആയിരിക്കും. അപ്പോൾ വയലറ്റ്
ദെൻ അല്ല സോറി വയലറ്റ് ആണ് ഏറ്റവും കുറവ് അല്ലേ വയലറ്റ്. അപ്പോൾ വയലറ്റ് ലെസ് ദാൻ ബ്ലൂ ലെസ് ദാൻ യെല്ലോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ഓറിജിനേറ്റ് ഡ്യൂ ടു transition of electrons between energy levels. Write the name of any 4 series of spectral lines in the spectrum of hydrogen. ഏതെങ്കിലും 4 എഴുതാം. നമുക്കറിയാം ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി. 6 ഉണ്ട്. ഹംഫ്രി ഇതിലൊന്നും കുഴപ്പമില്ല, ഏതെങ്കിലും 4 എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കൂ, a difference of 2.3 electron volt separates 2 energy levels in an atom. What is the frequency of radiation emitted when the atom makes a transition from the upper level to the lower level? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്ത് തന്നിട്ടുണ്ട്, എനർജിയാണ് തന്നിരിക്കുന്നത്, എന്ത് 2.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന്. സോ എനർജി ഈസ് ഗിവൺ ആസ് 2.3 ഇലക്ട്രോൺ വോൾട്ട്. നമ്മളോട് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ റിലേഷൻ? ഞാൻ മിസ് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും പറഞ്ഞു ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ മിസ്സേ ന്യൂമറിക്കൽസ് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിന് ചെയ്യേണ്ട ഒറ്റൊരു കാര്യം ഡേറ്റ എടുത്ത് എഴുതുക. ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു ഡേറ്റ എടുത്ത് എഴുതുക. ഡേറ്റ എഴുതിയിട്ട് അതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും എഴുതുക സിമ്പിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും കണ്ടോ. ഇയും ന്യൂവും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അപ്പോൾ നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ബൈ എച്ച് ചെയ്യുക. 2.3 ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, 2.3 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് ആക്കണമെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. അപ്പോൾ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ചെയ്യുക. 2.3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ബൈ എച്ച് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.6 ഇൻറ്റു 10⁻34 ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 0.8 ഇൻറ്റു 10⁻15 ആണ്. 0.8 ഇൻറ്റു 10⁻15 ഹെർട്സ് ആണ് വരിക. ഓക്കെ, സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോആക്റ്റീവ് ഡീകേ. ലോ ഓഫ് റേഡിയോആക്റ്റീവ് ഡീകേ നമുക്കറിയുന്നതാണ്. റേറ്റ് ഓഫ് amount of അല്ലെങ്കിൽ rate of disintegration is directly proportional to the amount of sample present at that time. That is dn by dt is equal to minus lambda n ആണ്, where lambda is called the decay constant. Law of radioactive decay ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാനൊന്നുമില്ല, അതൊക്കെ ഡിലീറ്റഡ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് in the circuit shown below assume that no current flows through the galvanometer. ഗാലനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പോൾ ഇതെന്തുവാണിത്, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ് അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ R കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തേ. R1 by R2 is equal to R3 by R4. അപ്പോൾ 20 by 40 is equal to 40 by R. R കണ്ടുപിടിക്കാമല്ലോ. 20 by 40 ചെയ്യുമ്പോൾ 1 by 2. 1 by 2 is equal to 40 by R. Therefore R is equal to 80 ohm. R കിട്ടിയോ, 80 ohm എന്ന് കിട്ടിയോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്, ഡിറ്റർമിൻ ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെൽ. സെല്ലിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. വി തന്നിട്ടുണ്ട്. അപ്പോൾ വി നമുക്ക് R80 കിട്ടിയല്ലോ. നമുക്ക് ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് ഇതിലേക്കൂടെ പോകുക. എന്ന് വെച്ചാൽ ഇതും സീരീസിലാണ്. അപ്പോൾ R is equal to 20 plus 40 that is equal to 60 ohm എന്ന് കിട്ടിയോ. നെക്സ്റ്റ് ഇതും സെയിം ആയി, നമുക്ക് 80 ohm എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിലൂടെ പോകുന്നത് എന്തുവാണ്, 40 plus 80 that is equal to 120 ohm ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ 120 എന്നും ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് 60 എന്നും കിട്ടി. ഈ 60 120 പാരലാണ്. സോ RP is equal to 60 into 120 by 60 plus 120. Its answer is 40 ohm എന്നാണ് വരിക കേട്ടോ. 40 ohm എന്നാണ് കിട്ടുക എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കിനി ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് എത്രയാണ്, 20 ആണ്. ബൈ വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്, 40. 20 by 40 is 1/2, that is 0.5 ആംപിയർ ആണ് കറണ്ട് കേട്ടോ, ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട്. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് അന്നേരം എക്സാം ഹാളിൽ നിന്ന് ഇതൊക്കെ കാണുമ്പോൾ ആകെ ടെൻസ്ഡായി പോകുന്ന ക്വസ്റ്റ്യൻസും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു E.A അല്ലെങ്കിൽ E.A എന്ന് പറയാം. E എന്തുവാണ്, ന്യൂട്ടൺ പെർ കുളുംബാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടേത്. A എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ പെർ കുളും മീറ്റർ സ്ക്വയർ ഇസ് ദ SI യൂണിറ്റ്. ഇനി ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അതിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. A famous law in physics is expressed mathematically as closed integral of B dot dl is mu 0 I. ആരാണത്, ആംപിയർ circuital law. Using this law, derive an expression for the intensity of magnetic field at the interior midpoint of a current carrying long solenoid.
എന്താണ് ഡെറിവേഷൻ വരുന്നത്? B is equal to mu 0 ni എന്ന് കിട്ടും. ഇത് അറിയാത്തവർ മിസ്സിൻ്റെ ചാനലിനകത്ത് മൂവിങ് ചാർജസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്തുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈസിയാണ് അത് പഠിക്കാൻ. സോളിനോയിഡിൻ്റെത് ഡെറിവേഷൻ ഒന്ന് പഠിച്ചേക്കുക. നെക്സ്റ്റ്, പ്രൂവ്സ് നെൽസ് ലോ ഓൺ ദ ബേസിസ് ഓഫ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഇത് ചോദിക്കാത്ത ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നുകിൽ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപ്പോൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ sin I by sin R equals n2 by n1 എന്ന് പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. വേവ് ഒപ്റ്റിക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്, അതും മിസ്സിൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. Next, when light of suitable frequency illuminates a metal surface, electrons are emitted from the surface. Write Einstein's photoelectric equation. ഇന്നലെ നമ്മൾ അതായത് കഴിഞ്ഞ 24 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതേ ചോദ്യം ഉണ്ടായിരുന്നു, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാൻ. അത് ഇന്നലെ മിസ് ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. എനർജി ഈസ് യൂസ് ടു ഓവർകം ദ വർക്ക് ഫംഗ്ഷൻ ആസ് വെൽ ആസ് ടു എന്താണ് ഇൻക്രീസ് ദ kinetic energy. That is h nu is equal to h nu 0 plus kinetic energy ek. അപ്പോൾ kinetic energy is equal to h into nu minus nu 0 എന്നാണ് വരിക. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഫോർ 2 ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി I1 and I2 ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ സച്ച് ദാറ്റ് I1 ലെസ് ദാൻ I2. അതായത് ഇൻറ്റൻസിറ്റി മാറ്റുന്നുണ്ട്, പക്ഷേ ഫ്രീക്വൻസി മാറ്റുന്നില്ല. നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഡ്യുവൽ നേച്ചറുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ കളക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ എക്സ് ആക്സിസിലും ഇവിടെ വൈ ആക്സിസിൽ എന്താണ് കൊടുക്കുന്നത്? കറണ്ടും അല്ലേ, വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. അപ്പോൾ കറണ്ട് വൈ ആക്സിസിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരുന്നത്, ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ വരും. ഇത് I1ൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്നത് ഇവിടെയാണ്. രണ്ടാമത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടാം, പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ രണ്ടിനും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ intensity of the incident radiation, but stopping potential depends on the frequency of the incident radiation. കേട്ടോ, ഡ്യുവൽ നേച്ചറിലുള്ളതാണ്. ഡ്യുവൽ നേച്ചറിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ മിസ്സിൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റേഡിയേഷൻസ് ഓഫ് ഫ്രീക്വൻസി 1.5 times the threshold frequency falls on a photosensitive material and a photoelectric current of I is obtained. അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് മെറ്റലിലേക്ക് വീഴുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോൺസ് എമിറ്റഡ് ആകും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആ ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവാണ് വന്ന് വീഴുന്ന ലൈറ്റ് റേഡിയേഷൻ എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും 1.5 ടൈംസ് കൂടുതലുള്ള റേഡിയേഷൻസ് വന്ന് വീഴുന്നു, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നു. പക്ഷേ ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇസ് ഡബിൾ ആൻഡ് ദ ഫ്രീക്വൻസി ഇസ് റെഡ്യൂസ് ടു ഹാഫ്. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി, പക്ഷേ ഫ്രീക്വൻസി പകുതിയാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞില്ലേ? ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവാണ് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അപ്പം കറണ്ട് എന്താണ് വരിക? കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് 0. ഇനി എന്താണ് അടുത്തത്? ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലേലിസ്റ്റും മിസ് ഒന്നും കൂടെ ലിങ്ക് കൊടുക്കാം, അതിനകത്ത് ചെക്ക് ചെയ്താൽ ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും പഠിച്ചേക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. സെമി കണ്ടക്ടേഴ്സിൽ പണ്ടുണ്ടായിരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനൊക്കെ, അതൊക്കെ ഡിലീറ്റഡ് ആണ്. ദെൻ പൊട്ടൻഷ്യോമീറ്റർ ഡിലീറ്റഡ് ആണ്. പൊട്ടൻഷ്യോമീറ്ററൊക്കെ പണ്ട് പ്രാക്ടിക്കൽസിൽ ചെയ്യാനുണ്ടായിരുന്നതാണ്, പക്ഷെ അതൊക്കെ ഡിലീറ്റഡാണ്. ഇനി എന്താണ്? 110 volt variable frequency AC source is applied to a circuit as shown in figure. Write a practical application of the circuit shown. LCR circuit എവിടെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയോ റിസീവറിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. Calculate the current through the circuit and frequency of the applied source. അപ്പോൾ നമുക്കിവിടെ എല്ലും സിയും ആറും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് കണ്ടുപിടിക്കുക, അതുപോലെ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുന്നേ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ നോക്കിക്കേ. 110 വോൾട്ട് വേരിയബിൾ ഫ്രീക്വൻസിയാണ്. സർക്യൂട്ട് റെസൊണൻസിലാണെന്ന് പറയുന്നുണ്ട്. സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു R ആയിരിക്കും അല്ലേ? ഓർമ്മയുണ്ടോ? LCR സർക്യൂട്ടിൻ്റെ മൂന്നാമത്തെ കേസാണ്. അപ്പോൾ നമുക്ക് I ഇസ് ഈക്വൽ ടു V ബൈ Z ആണ് ചെയ്യേണ്ടത്.
വി എന്ന് പറയുന്നത് 110 എന്ന് തന്നിട്ടുണ്ട് ബൈ സെഡ് എത്രയാണ്? സെഡ് എന്ന് പറയുന്നത് ആറാണ്. അതായത് ഈ ആറിൻ്റെ വാല്യൂ എടുത്താൽ മതി അവിടെ 48. 110/48 ചെയ്ത് നോക്കുക. ആൻസർ വരുന്നത് 2.29 ആംപിയർ എന്നാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അടുത്തത് how does the current change if the plates of the capacitor are brought closer? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? C is equal to epsilon 0 A by D എന്ന് ഓർമ്മയുണ്ടോ? പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാ. അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ D അടുത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ D കുറഞ്ഞു അല്ലേ? ഡിസ്റ്റൻസ് കുറഞ്ഞു. കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കൂടും. കപ്പാസിറ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടും. Z കൂടും. Z അതായത് ഇംപിഡൻസ് കൂടി. ഇംപിഡൻസ് കൂടുമ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കും? കറണ്ട് ഡിക്രീസസ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ടിന് എന്താ സംഭവിക്കുക? കറണ്ട് കുറയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിത്ത് എ നീറ്റ് റേ ഡയഗ്രാം the relation n2/v minus n1/u equals n2 minus n1/r for the refraction at a spherical surface derive ചെയ്യുക. അടുത്തത്, light from a point source in air falls on a spherical glass surface. Radius of curvature തന്നിട്ടുണ്ട്. The image is formed at a distance of 100 cm from the glass surface in the direction of incident light. What is the distance of the light source from the glass surface? ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം എഴുതിയ നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഗ്ലാസ് സർഫസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ലൈറ്റ് റേ വന്ന് വീഴുന്നത്. അപ്പോൾ ഇത് എയർ ആണ്, ഇതാണ് ഗ്ലാസ് സർഫസ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, ഗ്ലാസിൻ്റെത് 1.5 എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്കാണല്ലോ, അപ്പോൾ പോസിറ്റീവാണ് എടുക്കേണ്ടത്. പിന്നെന്ത് തന്നിട്ടുണ്ട്? ദ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 സെൻറ്റിമീറ്റർ ഫ്രം ദ ഗ്ലാസ് സർഫസ്. അപ്പോൾ വിയും 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്, പോസിറ്റീവാണ്. ഇവിടെയാണല്ലോ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ ഇക്വേഷൻ നോക്കൂ, n2/v minus n1/u equals n2 minus n1/r അല്ലേ? ഇതിനകത്തുനിന്ന് n2 എന്ന് പറയുന്നത് 1.5/100 minus 1/u equals n2 is 1.5 minus 1/r എത്രയാണ്? r is 20. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ u കണ്ടുപിടിക്കുക. അപ്പോൾ യുവിൻ്റെ വാല്യൂ വരുന്നത് വരിക -100 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് യുവിൻ്റെ വാല്യൂ വരിക. ഇത് സിംപ്ലിഫൈ ചെയ്യാമല്ലോ അല്ലേ? 1.5/100 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ യുവിൻ്റെ വാല്യൂ മൈനസ് വരണം. കാരണം യു എപ്പോഴും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ സൈൻ കൺവെൻഷൻ എഴുതുമ്പോൾ എപ്പോഴും നെഗറ്റീവാണ് വരിക. നമ്മൾ ബാക്കിയുള്ള വാല്യൂസ് കറക്റ്റായിട്ട് സൈൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ യുവിൻ്റെ വാല്യൂവും കറക്റ്റായിട്ട് മൈനസിൽ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻസ് 26 ക്വസ്റ്റ്യൻസ് ചെയ്തു. യെസ്, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് നമുക്ക് പഠിച്ച കോൺസെപ്റ്റ് ടഫ് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ആണോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പഠിച്ച തിയറിയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലോണം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നാളെ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം ഇനി ടോപ്പിക്സും അല്ലെങ്കിൽ ഡെറിവേഷൻസ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യോ എന്നുള്ളതാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് അങ്ങനെ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളടുത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയട്ടെ, നിങ്ങളടുത്തേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഇനിയുള്ള 8 ദിവസം നമ്മൾ എങ്ങനെ ഫിസിക്സ് പഠിക്കാം, അതായത് 21st മുതൽ നമ്മൾ 28th വരെ എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്, ഓരോ ദിവസം എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ 21st എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 1ാം തീയതി 2ാം തീയതി മാത്രം പഠിച്ചാൽ പോരെ ഇംഗ്ലീഷ് അല്ലേ? അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്തും കൂടെ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. എന്തുതന്നെയാണെങ്കിലും നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക, ഇനിയുള്ള എക്സാംസ് നന്നായിട്ട് എഴുതുക. 21st മുതൽ ഒരാഴ്ച നമ്മൾ ഫിസിക്സ് കട്ടയ്ക്ക് പഠിച്ച് സെറ്റാക്കാം കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ്, ബൈ, താങ്ക് യു.